ഇസ്രായേലിൻ്റെ ഡ്രോൺ നിർമ്മാണ ഫാക്ടറി ഇറാൻ തകർത്തു. ഇതാദ്യമായിട്ടാണ് ഡ്രോൺ നിർമ്മാണ ഫാക്ടറി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നതും പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നുകൊണ്ട് ഫാക്ടറി അപ്പാടെ പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുറിവേറ്റിരിക്കുന്ന ഒരു ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് നിർമ്മാണ ഫാക്ടറിയുമായിട്ട് ഡ്രോൺ നിർമ്മാണ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിച്ചു. 4 മുതൽ 6 പേര് വരെ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് ആദ്യത്തെ സൂചന. ഇപ്പോഴും അത് തീ അണക്കാൻ സാധിക്കാത്ത വിധമുള്ള പൊട്ടിത്തെറികൾ ചെറുതും വലുതുമായ രീതിയിൽ ഫാക്ടറിക്ക് അകത്ത് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പ്ലാന്റ് പൂർണ്ണമായും തകർന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് ശേഷിപ്പുള്ളത്. അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാര്യമെന്ന് പറയുന്നത് 10,000-കണക്കിന് ഡ്രോൺ നിർമ്മിക്കപ്പെട്ട വസ്തുക്കൾ, അതായത് ഡ്രോണുകൾ ഈ മേഖലയുടെ ഒരു ഭാഗത്ത് ഒരു ഓരം ചേർന്ന് സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ളതും ഇത് കൈമാറ്റം ചെയ്യാൻ വേണ്ടി തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാ സംവിധാനങ്ങൾ തയ്യാറാക്കിയിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഡ്രോൺ നിർമ്മാണവും അതോടൊപ്പം തന്നെ സൂക്ഷിക്കപ്പെടുന്ന ഫാക്ടറിയും ഒരേ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അത് സൂക്ഷിക്കപ്പെട്ട മേഖല സാധാരണഗതിയിൽ അണ്ടർഗ്രൗണ്ടിലാണ്, ബങ്കറുകളെ പോലെയുള്ള മേഖലയിലാണ് ഉണ്ടാകുന്നത്. അത് നിരന്തരം എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ നിത്യേന എന്ന് പറഞ്ഞ പോലെ മറ്റ് സുരക്ഷിതമായിരിക്കുന്ന വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാറാണ് പതിവ്. അതിന് സീപോർട്ടാണെങ്കിലും എയർപോർട്ടാണെങ്കിലും ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ തുറമുഖങ്ങൾ അപ്പാടെ തകർന്നതോടുകൂടി മറ്റ് പോംവഴികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് യുദ്ധമേഖലയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. ആ സമയത്ത് ഇറാൻ്റെ ആക്രമണം വന്നു. ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു പ്രതികരണം വന്നിട്ടുണ്ട്. ഇത് മറ്റാരെങ്കിലും ചാരന്മാർ ഒറ്റ കൊടുത്തതാണോ എന്നുള്ളത് തങ്ങൾ അന്വേഷിക്കുന്നു. തങ്ങളുടെ സൈനികർക്കിടയിലും തങ്ങളുടെ ഇത്തരം നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കിടയിലും ഇറാൻ്റെ ചാരന്മാരുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധന നടത്തും. അവർക്ക് കനത്ത രീതിയിലുള്ള ശിക്ഷ നൽകും എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അർസോൽ സൊല്യൂഷൻ ആവിയേഷൻ നടത്തുന്ന നിർമ്മാണ കേന്ദ്രമാണ് ഡ്രോൺ നിർമ്മിത പ്രൊഡക്ഷൻ ഡ്രോൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. ആ മേഖല രാജ്യത്തെ ഏറ്റവും വലിയ സുരക്ഷിതമായിരിക്കുന്ന മേഖലകളിൽ ഒന്നാണ്. കാര്യം എന്ന് പറയുന്നത് ആയുധ നിർമ്മാണങ്ങൾ ഉണ്ടാക്കുക, അതായത് മറ്റ് രാജ്യത്തിൽ നിന്നുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുക എന്ന് മാത്രമല്ല, ആ രാജ്യത്തെ തിരിച്ച് ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും, അതായത് ആയുധശേഷിപ്പില്ലാത്ത ഒരു രാജ്യം ഏത് സമയത്തും ആക്രമിച്ചേക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വ്യത്യസ്ത മേഖലകളിലായിട്ടാണ് ഈ പറയപ്പെട്ട ഡ്രോണ് അല്ലെങ്കിൽ മിസൈൽ സംവിധാന ഫാക്ടറികളൊക്കെ നിർമ്മിക്കുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിർമ്മിക്കുന്നത് പൈലറ്റ് ഹെൽമറ്റുകൾ നിർമ്മിക്കുന്നു, ബോംബുകൾ നിർമ്മിക്കുന്നു, ഡ്രോണുകൾ നിർമ്മിക്കുന്നു, പിന്നീട് വേഗത കുറഞ്ഞ മിസൈലുകൾ നിർമ്മിക്കുന്നു. അത് എത്ര കിലോമീറ്റർ ദൂരം ഒന്നും അതിൽ പറയുന്നില്ല. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു മിസൈൽ ഡ്രോൺ നിർമ്മിത ഫാക്ടറി, പേരും ഡ്രോൺ നിർമ്മിതമാണെങ്കിൽ പോലും അതിൽ ബോംബുകൾ അടക്കം നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഇത് പരീക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു കോമ്പൗണ്ടും ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് അതും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നിർമ്മിക്കുന്ന വസ്തുക്കൾ തൊട്ടടുത്ത പ്രദേശത്ത് പോയിട്ട് പരീക്ഷിച്ചിട്ട് ഇത് ഓക്കെ ആണെങ്കിൽ കൂടുതൽ വസ്തുക്കൾ നിർമ്മിച്ചുകൊണ്ട് മറ്റു രാജ്യത്ത് പരീക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ ഉപയോഗിക്കാറുള്ളത്. യുദ്ധത്തിൻ്റെ അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇറാൻ്റെ ഒരു ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആ ലിസ്റ്റിൽ പറയുന്നത് ഈ ആയുധ നിർമ്മാണ ഫാക്ടറി, അത് സൂക്ഷിക്കുന്ന കേന്ദ്രം, സൈനിക താവളം, സൈനികർ താമസിക്കുന്ന ഇടം അല്ലെങ്കിൽ കേന്ദ്രം, ആണവായുധ മേഖല, പിന്നീട് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ജീവനക്കാർ താമസിക്കുന്ന ഇടം, ശാസ്ത്രജ്ഞന്മാർ താമസിക്കുന്ന ഇടങ്ങളും. അപ്പോൾ അതിൽ ഒരു ബ്രാക്കറ്റിൽ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും, ശാസ്ത്രജ്ഞന്മാർ കൂട്ടത്തോടു കൂടി ഒരു ഏരിയയിൽ താമസിക്കുക എന്നുള്ളത് ലോകത്തൊരു രാജ്യത്തും ഇല്ലാത്തൊരു സംഭവമാണ്. അത് ഇസ്രായേലുമില്ല. ഒറ്റപ്പെട്ട മേഖലയിലാണ് ശാസ്ത്രജ്ഞന്മാർ വളരെ സുരക്ഷിതമായിട്ട് താമസിക്കുന്നത്. അതുതന്നെ തന്ത്രപ്രധാനമായിരിക്കും. ചില ശാസ്ത്രജ്ഞന്മാരുടെ പേര് മാത്രമേ പുറത്തു വരൂ. മറ്റ് അതിൽ പ്രധാനപ്പെട്ടവരുടെ പേരുകളൊന്നും പുറത്തു വരാറില്ല. അതിൻ്റെ കാര്യം ശത്രു രാജ്യം ഈ ശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ അപായപ്പെടുത്തുമോ എന്ന് പേടിച്ചുകൊണ്ട് അത് പുറത്ത് പറയാറില്ല. അത് ഇറാനാണ് ആ പ്രവൃത്തി തുടങ്ങിയത്. ഇസ്രായേൽ അത് ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മേഖല അപ്പാടെ ഇറാൻ പറയുന്നത് എങ്ങനെയാണ്, ഈ മേഖല അപ്പാടെ തങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് തങ്ങളുടെ മിസൈലുകൾ പ്രവേശിക്കാത്ത ഒരിടവുമില്ല.
തങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നില്ല. സർവ്വ മേഖലയെക്കുറിച്ചും വളരെ കൃത്യതയോടുകൂടി തങ്ങൾ മനസ്സിലാക്കുകയും തങ്ങളത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം വരാൻ പോകുന്ന ഭാവിയിൽ തങ്ങളുടെ കൈകൊണ്ട് തന്നെ തകർക്കപ്പെടുന്നതുമാണ്. ഓർമസ് കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം കൂടി ഇറാൻ നടത്തിയിട്ടുണ്ട്. വളരെ ശക്തമായ രീതിയിൽ അമേരിക്ക ഓർമസ് കടലുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ അത് അല്പാൽപമായിട്ട് ഇസ്രായേലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ് അവർ പറയുന്നത്. ഇത്രയും കാലം ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ ഏതെല്ലാം മാർഗത്തിലൂടെയാണോ വന്നത് അത് നിങ്ങൾ ഒന്നുകൂടി റീവൈൻഡ് ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കുക നല്ലതാണ്. കാര്യം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആ വഴിയിലൂടെ ഒരിക്കൽ പോലും നിങ്ങളുടെ രാജ്യത്തേക്ക് ഒരു കപ്പൽ പോലും വരാത്ത വിധം തങ്ങളവിടെ പ്രതിരോധമുണ്ടാക്കും. മൈനുകൾ പാകപ്പെടുക എന്നുള്ളത് കരയിൽ മാത്രമല്ല കടലിലും തങ്ങൾക്ക് അനുസ്യൂതം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പല മേഖലയിൽ തങ്ങളത് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ ശ്രീലങ്കയുടെ തീരത്ത് വെച്ച് ഇറാൻ്റെ കപ്പലിനെ അമേരിക്ക തകർത്തത്, സമാനമായിരിക്കുന്ന ആയുധങ്ങളുടെ കൂമ്പാരങ്ങൾ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അതെല്ലാം നിങ്ങളുടെ കപ്പലിൻ്റെ അടിഭാഗത്ത് ഒളിപ്പിച്ചു വെക്കാനോ ഒട്ടിച്ചു വെക്കാനോ തങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ പണികളൊന്നും എടുക്കേണ്ട കാര്യമില്ല, റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, സ്വിച്ച് അമർത്തുന്ന പണി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിക്കണം എന്ന് ഇസ്രായേലിന് വാണിംഗ് കൊടുക്കുകയും അതോടൊപ്പം തങ്ങളുടെ രാജ്യത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന ആക്രമണത്തിൽ ഒരു സൈനിക കമാൻഡർ കൊല്ലപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നു. ആ കമാൻഡർ മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പമുള്ള 3 അതിലധികം ആളുകളോ കൊല്ലപ്പെട്ടു. ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തത്തിൽ ഇന്നലെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ നടത്തിയ ആക്രമണത്തിൽ 30 പേരുടെ മരണം ഇറാൻ സ്ഥിരീകരിച്ചു. ഏകദേശം 24 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അതിൽ 6 പേരുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തിലേക്ക് ആക്രമണം നടത്തുന്ന രീതി ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ അല്ല, മുൻപേ ഇസ്രായേൽ ചെയ്ത അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇനി തങ്ങൾ ക്ഷമയോടുകൂടി കാത്തുനിന്ന് ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള ഉപദേശങ്ങൾ ഇസ്രായേലിന് നൽകുക എന്നുള്ളത് ഞങ്ങളുടെ രീതിയല്ല. അതുകൊണ്ട് തങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയാൻ അതേ ബലത്തിൽ അതേ ശക്തിയോടുകൂടി ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തേക്ക് ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇനി വല്ലാതൊന്നും സമയം അതിന് തങ്ങൾ കാത്തിരിക്കില്ല എന്ന് ഈ ഒരു റിപ്പോർട്ട് വന്നതോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു മുന്നറിയിപ്പ് വന്നതോടുകൂടി ജനനിബിഡമായിരിക്കുന്ന മേഖലയിൽ നിന്നെല്ലാം ആളുകൾ ഇറങ്ങിയിട്ട് പാലായനം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ ഉള്ളതെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് നാട് വിടുന്ന ഒരു പ്രത്യേക സ്ഥിതിയിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മാറിയിരിക്കുക. കാര്യം ഞങ്ങൾക്ക് സ്വത്തുക്കളോ അതല്ലെങ്കിൽ വീടോ അതുമായിട്ട് ബന്ധപ്പെട്ട പരിസരമോ അല്ല വലുത്, ജീവനാണ് വലുത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കും എന്ന് ഇറാൻ പറഞ്ഞാൽ സാധാരണഗതിയിൽ അവരത് ചെയ്യാറുണ്ട്. അതിനെ പ്രതിരോധിക്കുന്ന സംവിധാനം തങ്ങളുടെ രാജ്യത്ത് നിലവിലെ സാഹചര്യത്തിലില്ല. അതുകൊണ്ട് തങ്ങൾ ജീവനും കൊണ്ട് പോവുകയാണ് എന്ന തരത്തിലുള്ള ലക്ഷത്തിലധികം ആളുകൾ ഇങ്ങനെ വീട് വിട്ട് ഒഴിഞ്ഞു പോയവർ ഇസ്രായേലിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിത രീതികളും ജീവിത അവസ്ഥകളും സാഹചര്യങ്ങളും വലിയ രീതിയിൽ വിഷയമായിട്ട് നിലനിൽക്കുന്നു. ലെബനാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് 2024 2 വർഷം മുൻപ് അവിടെ നിന്ന് വിട്ടുപോയിരിക്കുന്ന ആളുകൾ, അവിടെ നിന്ന് വിട്ടുപോകുന്ന ഏകദേശം 7500 കുടുംബത്തോടാണ് അവിടെ നിന്ന് മാറാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ചില റിപ്പോർട്ടിനകത്ത് 75,000 എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഏതായിരുന്നാലും അത്തരം ആളുകളോട് സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാൻ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ നിന്ന് മാറണമെന്ന് ഇസ്രായേൽ പറയുകയും അങ്ങനെ ജൂത വിഭാഗങ്ങൾ ആ ഏരിയയിലൊക്കെ ഉള്ളത് ജൂത വിഭാഗങ്ങളാണ്, അവരൊക്കെ അവിടുന്ന് മാറുകയും ചെയ്തു. എന്നാൽ അവർക്ക് സുരക്ഷിതമായിരിക്കുന്ന ഒരു ഇടം ഇപ്പോഴും നൽകിയിട്ടില്ല. അവരിങ്ങനെ ഈ നഗരത്തിലൂടെ അലഞ്ഞു തിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അവർ പറഞ്ഞ കാര്യം യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിക്കുകയും ലെബനാനെ പരാജയപ്പെടുത്തുകയും ചെയ്യാനും സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് സുരക്ഷിതമായ രീതിയിൽ ആ മേഖലയിലേക്ക് പോകാം. 2023 ആരംഭിച്ച യുദ്ധം നമ്മൾ 2026 എത്തി നിൽക്കുന്നു. യാതൊരു ശമനവുമില്ല എന്നുള്ളതല്ല, ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏറ്റവും വലിയ രൂക്ഷമായിരിക്കുന്ന യുദ്ധം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അവർ തന്നെ പ്രയാസകരമായിരിക്കുന്ന സാഹചര്യത്തിൽ നിലനിൽക്കുന്നു. അതോടൊപ്പം ആണ് ഇറാൻ്റെ ഒരു ഭീഷണി കൂടി ഉണ്ടായത്. ഇറാൻ്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ചെയ്യുമെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ ജനങ്ങളോടായിട്ടാണ് പറയുന്നത്. ഇസ്രായേലിലെ ജനങ്ങളോടും അമേരിക്കൻ ജനങ്ങളോടും ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പറഞ്ഞ പ്രധാനമായിരിക്കുന്ന ഒരു വാക്യമുണ്ട്: ജനങ്ങളോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, സർക്കാർ സംവിധാനത്തോടാണ് എതിർപ്പ്. സർക്കാരാണ് ഞങ്ങളുടെ രാജ്യത്തെ അതിക്രമിക്കുന്നത്, ഞങ്ങളുടെ കുട്ടികളെയും നേതാക്കളെയും ഞങ്ങളുടെ ആത്മീയ നേതാക്കന്മാരെയൊക്കെ കൂട്ടക്കൊല ചെയ്യുന്നത് സർക്കാരാണ്. അവരെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ അവർ കൂടുതൽ അക്രമം നടക്കുകയും ഞങ്ങളുടെ വംശാവലിയെ പോലും അത് ബാധിക്കുന്ന തരത്തിലേക്ക് ആക്കുകയും ചെയ്യും. അത് ഞങ്ങൾ അനുവദിക്കുകയില്ല.
പകരം ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളിതിനെ പ്രതിരോധിക്കുന്നു, ഞങ്ങളിതിനെ എതിർക്കുന്നു. നിങ്ങളും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും സൈനികപരമായിരിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള സംവിധാനത്തിന് നേരെ തീർച്ചയായിട്ടും ആക്രമണം നടത്തുകയും അതോടൊപ്പം തങ്ങളുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ സമാനമായ രീതിയിൽ ബലത്തിന് ബലമായ രീതിയിൽ സമയബന്ധിതമായി തന്നെ തങ്ങളത് തിരിച്ചടിക്കുകയും ചെയ്യും എന്നുള്ള വിവരമാണ് ഇസ്രായേലിനോട് പറഞ്ഞത്. അമേരിക്കൻ ജനങ്ങളോട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ മസൂദ് പെസഷ്കിയാൻ ഇതേ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ മധ്യസ്ഥ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. പാകിസ്ഥാൻ്റെ നീക്കം വഴിമുട്ടിയിരിക്കുകയാണ്. പാകിസ്ഥാനുമായിട്ട് ചർച്ച ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇറാൻ മുമ്പേ കാണിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ തൊട്ടടുത്ത അല്ലെങ്കിൽ അമേരിക്കയുടെ നിഴൽ പറ്റി ജീവിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേക നിലപാടുകളൊന്നുമില്ല. എന്താണോ അമേരിക്ക പറയുന്നത് അത് കേൾക്കാതെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര സുഖകരമായിരിക്കുന്ന കാര്യമല്ല. തങ്ങളത് ചെയ്യില്ല എന്നുള്ളതാണ്. ഏതായാലും പാകിസ്ഥാൻ്റെ നീക്കം വഴിമുട്ടി തുർക്കിയും ഈജിപ്തും പാകിസ്ഥാനും സംയുക്തമായ രീതിയിലാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം പരിഹരിക്കാൻ വേണ്ടി മധ്യശ്രമം നടത്തിയിരുന്നത്. അത് നിലപാടിൽ നിന്ന് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ വളരെ കൃത്യതയോട് കൂടി തന്നെ നിലപാട് പറയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. ആയതിനാൽ തങ്ങളുമായിട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ നയത്തിനും നിലപാടിനും ഒപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് തങ്ങൾ തയ്യാറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം വൻ പ്രഹരമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏകദേശം 10% അതിൽ താഴോ ഉള്ള വിവരങ്ങൾ മാത്രമേ ഇപ്പോഴും പുറത്തു വരുന്നുള്ളൂ. അതും ഇറാൻ പറഞ്ഞിട്ടാണ് അത് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കൃത്യമായിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതെങ്കിൽ ഇറാനിൽ സംഭവിച്ചിരിക്കുന്ന നഷ്ടത്തിൻ്റെ 4 ഇരട്ടിയോളം ഇസ്രായേലിനുണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഇറാനിൽ മരിച്ചിരിക്കുന്ന ആളുകളേക്കാളും 4 ഇരട്ടിയോളം ഈ ഇസ്രായേൽ മരിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.